നമശിവായ. നമസ്കാരം. ഗീത ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ശ്ലോകം 7, 8, 9 എന്നീ ശ്ലോകങ്ങൾ ഒരുമിച്ച് തുടർന്ന് വരുന്നവയായതുകൊണ്ട് അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. അതിൽ നാം പറഞ്ഞു നിർത്തിയത് മനസ്സിൻ്റെ സഹായത്താൽ ആത്മസംയമനം ചെയ്ത് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ആസക്തിരഹിതനായി ഇന്ദ്രിയങ്ങളിൽ കർമ്മയോഗം ആചരിക്കുക, കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മയോഗം ആചരിക്കുക എന്നതാണ്. അവർ വിശേഷ മനുഷ്യരായിത്തീരുന്നു. ഇവിടെ 3 തരത്തിൽ കർമ്മയോഗമനുസരിച്ച് മനുഷ്യരെ വേർതിരിക്കാനും നമുക്ക് സാധിക്കും. 1. വിശേഷ മനുഷ്യർ. ഇന്ദ്രിയ സംയമം ചെയ്ത് ആസക്തികരമായി നിയത കർമ്മം ചെയ്യുന്നവർ. 2. സാമാന്യ മനുഷ്യർ. ഇന്ദ്രിയ സംയമനത്തെക്കുറിച്ചുള്ള വിശേഷ ചിന്ത കൂടാതെ സകാമകർമ്മം ധർമ്മ അനുകൂലമായി ചെയ്യുന്നവർ. 3. അധമ മനുഷ്യർ. ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ കുടുക്കി തങ്ങളുടെ ഭോഗങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നവർ. തികച്ചും ആലസ്യകളായവർ ഒരു യജ്ഞവും ചെയ്യുന്നില്ല. എന്താണ് യഥാർത്ഥമായ കർമ്മയോഗമെന്ന് വ്യക്തമാക്കുന്നതാണ് 9ാമത്തെ ശ്ലോകം, നാം അവസാനമായി ശ്രദ്ധിച്ച ശ്ലോകം. യജ്ഞത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധനത്തിൽ കൊടുക്കുന്നില്ല. യജ്ഞത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധനത്തിൽ കൊടുക്കുന്നില്ല. അതിനാൽ യജ്ഞത്തിനായി ആസക്തി വെടിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യണം. ഗീതയുടെ അടുത്ത അധ്യായങ്ങളിൽ വിവിധങ്ങളായ യജ്ഞങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇന്ദ്രിയ സംയമ യജ്ഞം, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, പിന്നീട് സ്വാധ്യായ യജ്ഞം, ജ്ഞാനയജ്ഞം എന്നിവയാണ് മുഖ്യമായത്. ഹോമഹവന രൂപത്തിലുള്ളത് ഒരു തരത്തിലുള്ള യജ്ഞം മാത്രമാണ്. ഇങ്ങനെ അനേക വിധത്തിലുള്ള ഭിന്ന ഭിന്ന യജ്ഞങ്ങൾ വേറെയുമുണ്ട്. യജ്ഞമെന്ന വാക്ക് യജ് ധാതുവിൽ നിന്നുണ്ടായതാണ്. ദേവപൂജ, സംഗതീകരണം, ദാനം എന്നിങ്ങനെയാണ് ആ ധാതുവിൻ്റെ അർത്ഥം. നിർഭയത, പവിത്രത, ജ്ഞാനനിഷ്ഠ, ദാനം, ശമം, ദമം, സ്വാധ്യായം, അക്രോധം, ശാന്തി, ഭൂതദേയ, നിർമ്മലോപവൃത്തി തുടങ്ങിയ ദൈവീ സമ്പത്തുള്ളവരെ ദേവത എന്ന് വിളിക്കുന്നു. ഇവരെ സത്കരിക്കുക, ഒരുമിച്ച് ചേർക്കുക, ഇവർക്ക് ദാനം ചെയ്യുക എന്നിവ യജ്ഞമാകുന്നു. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ നിഷ്കാമമായിട്ട്, എങ്ങനെ യാതൊരു ഫലേച്ഛയും ഇല്ലാതെ, ഒരു സ്വാർത്ഥതയും ഇല്ലാതെ നിഷ്കാമമായിട്ടാണ് ഈശ്വരൻ ഈ പ്രപഞ്ചമാകുന്ന സൃഷ്ടി ചെയ്തിരിക്കുന്നത്. അഗ്നിഹോത്രാദി നിത്യകർമ്മങ്ങൾ ഈശ്വരൻ്റെ സൃഷ്ടി രചനയുടെ ആലങ്കാരിക പ്രതിരൂപങ്ങൾ മാത്രമാണ്. ഇതിനെ ഓർമ്മിപ്പിക്കാനാണ് ആഗ്നേ നയ സുപധാരായേ യജുർവേദത്തിൽ പറയുന്നതാണ്. ഇത്യാദി വേദമന്ത്രങ്ങൾ ചൊല്ലി അഗ്നേയമന്ത്രം ഇദം നമമ എന്ന നിഷ്കാമഭാവത്തോടെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇദം നമമ അഗ്നേയമന്ത്രമാണ്. പ്രതിദിനം അഗ്നിഹോത്രാദി പഞ്ചമഹായജ്ഞങ്ങൾ ആചരിക്കുന്നവർ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളെ
യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ് ചെയ്യുന്നത്. ഈ ദ്രവ്യയജ്ഞം ചെയ്യാത്തവർക്ക് ഭഗവാന്റെ നിഷ്കാമ ഭാവത്തെ അറിയാനോ സ്വജീവിതം ത്യാഗപൂർണമാക്കാനോ കഴിയില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇക്കാര്യം പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ, വളരെ വ്യക്തമായ അടുത്ത ശ്ലോകത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇത്രയും പറഞ്ഞത് മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സുദിനം നേരുന്നു. നമസ്കാരം.